എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് ആം പപ്പട് എന്ന് പറഞ്ഞാൽ മാങ്ങാ തീര എന്ന് പറയും. അതുപോലെ മാമ്പഴത്തുകൊണ്ട് ഉണ്ടാക്കുന്ന പപ്പടം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പോയിട്ട് ആം പപ്പട് മാങ്ങാ തീര എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ മാമ്പഴത്തോണ്ടുള്ള പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാമ്പഴമാണ് എടുത്ത് വെച്ചേക്കുന്നത്. നല്ല പൾപ്പുള്ള മാമ്പഴമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലി നന്നായിട്ട് ചെത്തിക്കളയണം. അപ്പോൾ നമുക്ക് മാമ്പഴത്തിൻ്റെ തൊലി ചെത്താം. മാമ്പഴത്തിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ സാധാരണ മാമ്പഴത്തിൻ്റെ തൊലി ചെത്തില്ലേ, അതേപോലെ തന്നെ ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് ചെത്തിക്കഴിഞ്ഞു. നമുക്ക് അടുത്ത മാമ്പഴത്തിൻ്റെ തൊലി ഇതേപോലെ തന്നെ ചെത്തിയെടുക്കാം. നല്ല പൾപ്പുള്ള മാങ്ങയായിരിക്കണം കേട്ടോ, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ ചെത്തി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് മാമ്പഴം പൂണ്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. എന്താ വെച്ചാൽ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം മാമ്പഴം നമുക്ക് പൂളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ആദ്യം. അപ്പോൾ മാങ്ങ ഇതേപോലെ പൂളി എടുക്കുക. അപ്പോൾ നമ്മൾ മാങ്ങ പൂളി ഇതേപോലെ പൂളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ചെടുക്കണം. മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരയണം, നല്ല പേസ്റ്റ് പോലെ ആവണം. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തീരെ വെള്ളം ഒഴിക്കരുത്. ഈ മാമ്പഴം അല്ലാണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞോളും, തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല അതിൽ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് നാരുള്ള കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് അരിച്ചോളൂ അതിന് ശേഷം. ഇപ്പോൾ ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ. മാമ്പഴം നമ്മൾ അരച്ചെടുത്തു. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക, തീരെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ പൾപ്പ് ഒരു പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ മാമ്പഴം അരച്ചെടുത്തപ്പോൾ ഇത്ര പൾപ്പ് കിട്ടി. 2 മാമ്പഴമാണല്ലോ നമ്മളെടുത്തത്. നമ്മൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് കേട്ടോ, 2 സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാരയും മാമ്പഴം അരച്ചതും കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് ഹൈയിൽ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. നല്ലോണം ഇളക്കി ഈ പഞ്ചസാര അലിയുന്നവരെ കുറച്ച് ഹൈയിൽ വെച്ചിട്ട് ഇളക്കി തീരെ അടി പിടിക്കാണ്ട് നല്ലോണം ഇളക്കി അതിനെ നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. ആദ്യം ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കുക. ഇത് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അത് ലോ ടു മീഡിയം ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നമ്മളൊരു നല്ലോണം നമുക്ക് മനസ്സിലാവും, നല്ലോണം അത് കട്ടയായിട്ട് വരും. അതുവരെ നമ്മൾ ഇളക്കണം. അപ്പോൾ കുറച്ച് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് താത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇളക്കലാണ് ഇതിൻ്റെ പ്രധാന പണി. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താത്തി വയ്ക്കാം ഫ്ലെയിം. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഹൈയിൽ വെച്ചും ഉണ്ടാക്കാം. ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയത്തിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരും കണ്ടോ, അതിൻ്റെ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ മീഡിയത്തിന് താഴെ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാമ്പഴത്തിന് കളറും വ്യത്യാസമായി, നല്ല ഗ്ലേസിങ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വിട്ട് തുടങ്ങി. കണ്ടില്ലേ, സൈഡിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വരാൻ തുടങ്ങി. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി തുടങ്ങി. അത് നമുക്ക് തനിയെ മനസ്സിലാവും. അത് അതിൻ്റെ പാകം എത്തുമ്പോഴേ നല്ലോണം അത് വിടാൻ തുടങ്ങും. മാമ്പഴത്തിൻ്റെ പൾപ്പ് കഴിഞ്ഞ 10 മിനിറ്റായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊന്ന് തീ താത്തി വെച്ചു. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എടുത്ത് ഇളക്കണം. ഇപ്പോൾ നല്ല ഗ്ലേസിങ് വരാൻ തുടങ്ങി. കണ്ടില്ലേ, നടുവിൽ നല്ല ഗ്യാപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മാമ്പഴം നന്നായി വെന്തു. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയി കഴിഞ്ഞു. ഒരു 15 മുതൽ 20 മിനിറ്റോളം വേണ്ടി വരും. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. എന്താ വെച്ചാൽ മാമ്പഴം ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയാണ് ചെറുനാരങ്ങ നീര് ചേർക്കണത്. അപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഇളക്കാം. പുളിയുള്ള മാമ്പഴമാണെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴം നല്ലോണം പാകമായിട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമുക്ക് ഇത് വാങ്ങാൻ നോക്കാം. നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പ് നല്ലോണം തയ്യാറായി, നല്ലോണം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ 2 പ്ലേറ്റുകളിലേക്കാണ് മാറ്റിയത്. 2ലും നേരത്തെ എണ്ണ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞ് വെക്കുക 2ലേയും. അതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് തൊട്ടാൽ ഒട്ടരുത്, അതുവരെ നമ്മൾ
ഉണക്കിയെടുക്കണം. അപ്പോൾ ചിലപ്പോൾ അത് 2 ദിവസം പിടിക്കും, ചിലപ്പോൾ 3 ദിവസം പിടിക്കും. അത് വെയിലിൻ്റെ ശക്തി അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ നിങ്ങൾ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് അപ്പോൾ അതിലും കൂടുതൽ ദിവസം എടുക്കും. 3 ദിവസമോ 4 ദിവസമോ പിടിക്കും. എന്തായാലും മുകളിലൊരു നെറ്റോ അല്ലെങ്കിൽ കനം കുറഞ്ഞ തുണിയോ വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാൻ. അപ്പോൾ ഉണക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. മാമ്പഴത്തിൻ്റെ പപ്പടമെല്ലാം നല്ലോണം ഉണങ്ങി 3 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ തീരെ കയ്യിലൊട്ടാത്ത പരുവത്തിലാവണം. കണ്ടോ, തീരെ ഒട്ടണില്ല, രണ്ടും തീരെ കയ്യിലൊട്ടണില്ല. ഈ പരുവത്തിൽ നമുക്ക് അത് വേർപ്പെടുത്താം. ഇനി നമുക്ക് സൈഡെല്ലാം ഇങ്ങനെ പതുക്കെ പിടിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് പോരും. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവും, നല്ല മധുരമുള്ളതല്ലേ. ഇതാ കണ്ടില്ലേ, പോന്നു. ഇനി നമുക്ക് അടുത്ത പപ്പടം ഇതുപോലെ തന്നെ സൈഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോന്ന് കിട്ടും. ഇതാ രണ്ടാമത്തെയും പോന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഈ മാങ്ങപ്പപ്പടം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ സൈഡ് ചുരുട്ടിയിട്ട് അങ്ങനെയും വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ തന്നെ വയ്ക്കുകയാണ്. പിന്നെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടില്ലേ, അതങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ചുരുട്ടി വയ്ക്കാം. അതിപ്പോൾ ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. അതുമല്ല, കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവും ഇത് കഴിക്കാൻ. അപ്പോൾ മാമ്പഴം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. രണ്ടാമത്തെ മാങ്ങ കൊണ്ടുള്ള പപ്പടവും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. 2 റോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ, നല്ല ഇഷ്ടമാവും കുട്ടികൾക്കേ, മധുരമുള്ളതല്ലേ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. പിന്നെ അതുമല്ല, ഇതങ്ങനെ കേടും വരില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.